സംസ്ഥാനത്ത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്ന ഓൺലൈൻ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. അക്ഷയ സെന്ററുകളുടെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃതം എന്ന വ്യാജ ബോർഡുമായാണ് പ്രവർത്തിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും കാര്യമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് അക്ഷയ വെൽഫെയർ അസോസിയേഷന്റെ ആരോപണം. സംസ്ഥാനത്ത് സർക്കാർ അംഗീകൃത ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് അക്ഷയ സെന്ററുകൾ. എന്നാൽ അക്ഷയ സെന്ററുകളുടെ അതേ മാതൃകയിൽ വ്യാജ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ അടക്കം നിർമ്മിക്കുന്ന ഒരു വലിയ മാഫിയ തന്നെ കേരളത്തിലുണ്ട്. ഓൺലൈൻ സ്ഥാപനങ്ങളുടെ മറവിലാണ് ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായി വ്യാജ റവന്യൂ സർട്ടിഫിക്കറ്റുകളും ബിരുദ സർട്ടിഫിക്കറ്റുകളും നിർമ്മിക്കുന്നുണ്ടെന്നാണ് പരാതി. ഓൺലൈൻ സെന്ററുകളുടെ മറവിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പ്രവർത്തിക്കുന്നത്. അക്ഷയ സെന്ററുകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ചില സേവനങ്ങളും ഇത്തരം ഓൺലൈൻ സ്ഥാപനങ്ങൾ സാധാരണക്കാരിൽ നിന്നും വൻതുക ഈടാക്കി ചെയ്തു കൊടുക്കുന്നു. ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച വരുമാന സർട്ടിഫിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്തപ്പോഴാണ് എറണാകുളം സ്വദേശിയായ യുവാവിന് തട്ടിപ്പ് മനസ്സിലായത്. മറ്റൊരാളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഈ യുവാവിന്റെ പേരിലേക്ക് തിരുത്തി നൽകുകയായിരുന്നു. നിലവിൽ കുറേ ജനസേവന കേന്ദ്രങ്ങൾ എന്നുള്ള പേരിൽ കുറേ വ്യാജ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് DTP സെൻ്ററായും അതല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റായിട്ടും അവർ തുടങ്ങും. പിന്നീട് അവർ ചെയ്യുന്നത് അവിടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ വൈപ്പിൽ തന്നെ ഒരു കേസ് വ്യാജമായിട്ടൊരു വരുമാന സർട്ടിഫിക്കറ്റ് ചെയ്തു. പബ്ലിക് ലോഗിനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവരത് തെറ്റായിട്ടുള്ള രീതിയിൽ സിറ്റിസൺ ലോഗിൽ കയറി മറ്റുള്ളവർക്ക് അത് സർവീസുകൾ കൊടുത്തുകൊണ്ട് അത് ജനങ്ങളുടെ സുതാര്യമായ രീതിയിലുള്ള അവരുടെ ഇപ്പോൾ ആധാറാണ് അവരത് ഉപയോഗിക്കുന്നത്. സർക്കാരിൽ ഉദ്യോഗസ്ഥരിൽ പലരും അവരുടെ റിലേറ്റീവിനും മറ്റ് ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി. സർക്കാർ ഉദ്യോഗസ്ഥർ ബന്ധുമിത്രാദികളുടെ പേരിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ടെന്നും പരാതിയുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതേ രീതിയിലുള്ള ബോർഡും നിറങ്ങളും ഇവർ ഉപയോഗിക്കുന്നു. സർക്കാർ തരുന്ന കുറച്ച് ലോഗിൻ ഐഡികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഡിസ്ട്രിക്റ്റിലെ സർട്ടിഫിക്കറ്റും ആധാറും എല്ലാം അക്ഷയയ്ക്ക് മാത്രമുള്ളതാണ്. പക്ഷേ ആ രീതിയിൽ പല സ്ഥലത്തും ചില ജനസേവന കേന്ദ്രങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും എല്ലാം വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയത് ഒരു പോലീസുകാരൻ്റെ ഭാര്യയാണ് എന്ന് നമുക്ക് ആ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരിക്കലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് വീണ്ടും ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് സാധിക്കുന്നതല്ല. പോലീസിലടക്കം പരാതികൾ നൽകുന്നുണ്ടെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് അക്ഷയ വെൽഫെയർ അസോസിയേഷന്റെ ആരോപണം. വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. DTP കേന്ദ്രങ്ങളായാണ് തുടക്കത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ എത്തുന്നത്. അക്ഷയ കേന്ദ്രങ്ങളുടെ അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ഇവയ്ക്ക് ചില സർക്കാർ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് പരാതിയുണ്ട്. അനിൽ ബഷീറിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.